Hello, Namaste. Welcome back to another new video of WinTrader. ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader നമ്മുടെ ഇപ്പോഴത്തെ റണ്ണിംഗ് വേർഷൻ 8.1 എങ്ങനെയാണ് കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് കമ്മോഡിറ്റിയിലും ഉണ്ട്, NSE MCX തന്നെ ക്യാഷ് ഫ്യൂച്ചർ ഓപ്ഷൻസ് കറൻസീസ് അഗ്രി കോമെക്സ് ഫോറക്സ് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം ലൈവായിട്ട് ഞാൻ കാണിക്കുന്നത് ക്രൂഡാണ്. അപ്പം മാർക്കറ്റ് റിയൽ ടൈം മാർക്കറ്റ് പ്രൈസ് ആണ് ഇവിടെ ഡിസ്പ്ലേ വരുന്നത്. അതിപ്പോൾ നമ്മൾ ഏത് ചാർട്ട് എടുത്തിട്ടാലും അതിൻ്റെ ലൈവ് മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരും. ഇപ്പോൾ ഇത് ക്രൂഡ് ഓയിലിൻ്റെ മാർക്കറ്റ് വാല്യൂ 6818. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളറിൽ വരുന്ന അപ്പാരോ ആണ് ബൈ സിഗ്നൽ, റെഡ് ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ. ഗ്രീൻ അപ്പാരോ ബൈ, റെഡ് ഡൗൺ ആരോ സെല്ല്. ഈ സിഗ്നൽ രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു അലേർട്ട് മെസ്സേജ് വരും, ഇതുപോലൊരു അലേർട്ട് മെസ്സേജ് വരും. അതൊരു സൗണ്ട് എഫക്റ്റോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണം, ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് ഈ അലേർട്ടിൽ എഴുതി വരും. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റവും മുകളിലത്തെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ സിഗ്നൽ ഈ വരുന്ന സോഫ്റ്റ് തരുന്ന എല്ലാ സിഗ്നലും നമുക്ക് കൺഫേം ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽ സോഫ്റ്റ് തന്ന സിഗ്നൽ കൺഫേം ആണോ അല്ലയോ എന്ന് നോക്കണം. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ ഏറ്റവും താഴെ നോക്കിയാൽ ഇവിടെ പ്രൈസ് ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. ബൈ വന്നു കഴിഞ്ഞാൽ ഇവിടെയും പ്രൈസ് ബൈ സോണിലോട്ട് കൺവേർട്ടായി വരണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തൊരു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. ആ ബാറ് ഗ്രീനിലോട്ട് കൺവേർട്ട് ചെയ്ത് വരണം, ഗ്രീൻ കളർ ആയിരിക്കണം. ചില റെയർ കേസസിൽ നമുക്കത് കൺഫർമേഷൻ കിട്ടത്തില്ല, ആ ടൈമിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഒരു 3-4 ക്യാൻഡിൽസ് ശേഷമാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നതെങ്കിൽ ആ ലെവൽ നമുക്ക് എൻട്രി ചെയ്യാം. രണ്ട് കൺഫർമേഷൻ ഓക്കെ ആയിരിക്കണം എന്നുള്ളൂ. ഫസ്റ്റ് ആരോ വരണം, ആരോ വന്ന ശേഷം ആരോയുടെ ഇതനുസരിച്ചാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കൺഫർമേഷൻ ഞാൻ പറഞ്ഞ പോലെ താഴത്തെ പ്രൈസ് ബൈ സോൺ കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ബാർ കൺഫർമേഷൻ, താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കും, സിഗ്നലിൻ്റെ ഫേവറിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ കൺഫർമേഷൻ കിട്ടും, ആ ലെവൽ മാർക്കറ്റിൽ ഏത് റേറ്റാണ് ഉള്ളത് ആ റേറ്റിൽ നമുക്ക് എൻട്രി ചെയ്യാം. രണ്ട് കൺഫർമേഷൻ കിട്ടണം എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് സെല്ലിൽ, ഇതുപോലെ തന്നെയാണ്. സെല്ല് ആരോ വന്ന ശേഷം നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് ട്രേഡ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. പിന്നെ ഇതിനകത്ത് അതനുസരിച്ച് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് താഴത്തെ സ്റ്റോപ്പ് ലോസ് വരും, അതും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട് ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ആൻഡ് തേർഡ് ടാർഗറ്റ്, 3 ടാർഗറ്റ് ഡിസ്പ്ലേ വരും. ഈ 3 ടാർഗറ്റിൽ ഫസ്റ്റ് നമ്മൾ ആരോ വന്ന ശേഷം അതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്താൽ മതിയും. കൺഫർമേഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രൈസ് ബൈ സോണിലോട്ട് വരണം. പിന്നെ ബാർ കൺഫർമേഷൻ, ഈ 2 കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ മാർക്കറ്റ് റേറ്റിൽ ട്രേഡ് എടുക്കാം. പിന്നെ അതനുസരിച്ച് ഏറ്റവും താഴത്തെ സ്റ്റോപ്പ് ലോസ് വരും, അതും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടാർഗറ്റ്, 3 ടാർഗറ്റ്. ഇപ്പോൾ ചില സമയത്ത് മാർക്കറ്റ് ട്രെൻഡി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടാർഗറ്റ് അടിച്ച ശേഷവും സിഗ്നൽ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ആ ടൈമിൽ സോഫ്റ്റ് നമുക്ക് റീ എൻട്രി ഓപ്ഷൻ തരും. റീ എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ് നമുക്കൊരു സെപ്പറേറ്റ് എൻട്രി പോയിൻറ്റും സെപ്പറേറ്റ് ടാർഗറ്റും കാണിച്ചു തരും. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ റീ എൻട്രി സജഷൻ വെയിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പം സോഫ്റ്റ് നമുക്ക് റീ എൻട്രി തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇവിടെ ഒരു എൻട്രി പോയിൻറ്റും തരും, അതായത് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു എൻട്രി പോയിൻറ്റും തരും, അതനുസരിച്ചൊരു ടാർഗറ്റും വരും. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് എൻട്രി ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്ര സിമ്പിളാണ്. നമുക്ക് ആരോ വന്ന ശേഷം അതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക, കൺഫേം ആണെങ്കിൽ ട്രേഡ് എടുക്കുക. അതനുസരിച്ച് താഴത്തെ സ്റ്റോപ്പ് ലോസ് വരും, ടാർഗറ്റ് 3 ടാർഗറ്റും വരും. ഈ ടാർഗറ്റ് അടിച്ച ശേഷവും കണ്ടിന്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് നമുക്കൊരു രണ്ടാമത് ഓപ്പർച്യൂണിറ്റി പറഞ്ഞുതരും റീ എൻട്രി ചെയ്യാനുള്ള. റീ എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ് നമുക്കൊരു സെപ്പറേറ്റ് എൻട്രി പോയിൻറ്റും പറഞ്ഞുതരും, സെപ്പറേറ്റ് ടാർഗറ്റും പറഞ്ഞുതരും. അതിനകത്ത് നമുക്ക് റീ എൻട്രി ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുകളിലൊരു റെഡ് സ്റ്റാർസ് വരുന്നില്ല, അത് റെസിസ്റ്റൻറ്റ് ലെവലാണ്, താഴത്തുള്ള ബ്ലൂ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ റെസിസ്റ്റൻറ്റ് സപ്പോർട്ട് ലെവൽ ഇതുപോലെ ഇതിനകത്ത് ഡിസ്പ്ലേ വരും. പിന്നെ നമുക്ക് ഗ്രീനും റെഡ്, നമുക്ക് ക്യാൻഡലിൻ്റെ കളർ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ നോർമൽ ക്യാൻഡലിൻ്റെ കളർ എല്ലാവർക്കും അറിയാം, റെഡും ഗ്രീനുമാണ്. ബൈലോട്ട് പോകണമെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും, സെല്ലോട്ട് പോകണമെങ്കിൽ റെഡ് ആയിരിക്കും. ഈ റെഡും ഗ്രീനും അല്ല, അതിനകത്ത് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് കയറി വരും, ലൈക്ക് ഓറഞ്ച് കളേഴ്സ്, ലൈറ്റ് ബ്ലൂ, MD ക്യാൻഡിൽ, വൈറ്റ് ക്യാൻഡിൽ. ഇതെല്ലാം സൈഡ് വേ ഇൻഡിക്കേഷനാണ് തരുന്നത്. അതായത് മാർക്കറ്റ് സൈഡ് വേയിലോട്ട് പോകണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ നമുക്കൊരു ഇൻഡിക്കേഷൻ തരുവാണെങ്കിൽ ഈസ് ഗോയിങ് സൈഡ് വേ എന്നുള്ളത്. അതായത് റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ ക്യാൻഡലിൻ്റെ കളറും സൈഡ് വേ ഇൻഡിക്കേഷനാണ് നമുക്ക് തരുന്നത്.
പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സ്കാനറും കൂടെ വരും. ഇത് നമ്മൾ ആക്ച്വലി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2009 തുടങ്ങിയാണ്. അപ്പം ഇത് നമുക്ക് വേർഷൻസ് അപ്ഡേറ്റ് ചെയ്തും കൊടുക്കും. ഇപ്പോൾ റണ്ണിങ് വേർഷനാണ് നമ്മുടെ 8.1 ആൻഡ് സ്കാനർ 1.2. നെക്സ്റ്റ് നമുക്കൊരു വേർഷനും കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതിയൊരു സ്കാനറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിലും എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MCX, NSE FOREX COMEX AGRI എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ വന്ന ശേഷം കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ട മെത്തേഡ് എല്ലാത്തിലും സെയിം ആയിരിക്കും. അത് കമ്മോഡിയിലാണെങ്കിലും ഷെയർസിലാണെങ്കിലും ഫോറക്സ് ആണെങ്കിലും സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾ കാണിച്ചത് ക്രൂഡ് ഓയിലാണ്. ഇതാണ് ഇപ്പോൾ ഇത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ NSEയിലും MCXയിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എടുത്തിടാം. ഇപ്പോൾ ഞാൻ ക്രൂഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ബാങ്ക് നിഫ്റ്റി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ എടുത്തിടാം. എന്നിട്ട് ഇന്നത്തെ സിഗ്നൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് കൺഫർമേഷൻ. ഇത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് വന്ന സെല്ലാണ്. സെല്ലിൻ്റെ ഡീറ്റെയിൽസ് 38,650 നമുക്ക് സെല്ല് വന്നത്. അത് കൺഫേം ആയത് ഈ ലെവലിൽ, അറൗണ്ട് ഈ ലെവലിൽ നമുക്ക് കൺഫർമേഷൻ വന്നത്. അപ്പോൾ ആ ലെവലിൽ മാർക്കറ്റ് റേറ്റിൽ എൻ്റർ ചെയ്യാം. പ്രൈസ് സെൽസ് ഓൺ ബാറിൻ്റെ കളർ റെഡ് ആയിരിക്കണം. ഡയറക്റ്റ് മാർക്കറ്റ് റേറ്റിൽ എൻ്റർ ചെയ്യാം. സ്റ്റാറ്റസിൽ 2 ടാർഗറ്റ് അച്ചീവ് ചെയ്ത്. ഇത് ബാങ്ക് നിഫ്റ്റി. പിന്നെ ACCയിൽ ഇത് ലൈവ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റേറ്റ് മുകളിൽ ഡിസ്പ്ലേ വരും. അത് സിഗ്നൽ വന്ന് ലാസ്റ്റ് സിഗ്നൽ വന്നിരിക്കുന്ന 2266.20 നമുക്ക് സെല്ല് വന്ന് അത് മാർക്കറ്റ് റേറ്റ് ലാസ്റ്റ് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 24 പോയിന്റ് മാർക്കറ്റ് ഇറങ്ങിയായിരുന്നു. 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തു. നമുക്ക് വന്ന സിഗ്നലിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 2266.20 നമുക്ക് സെല്ല് വന്നിട്ട് 61.20 ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു, 57.20 സെക്കൻഡ് ടാർഗറ്റ് ആയിരുന്നു, 53.20 തേർഡ് ടാർഗറ്റ്. ഇതെല്ലാം 3 ടാർഗറ്റ് അടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സിഗ്നൽ വന്ന ശേഷം ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. അതിപ്പോൾ MCX ആണെങ്കിലും NSE ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട സെയിം മെത്തേഡാണ്. സിഗ്നൽ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് മാത്രം എൻ്റർ ചെയ്യുക. പിന്നെ നമുക്ക് സ്കാൽപ്പിങ്ങിലും ഇൻട്രാഡേയിലും പൊസിഷൻ ട്രേഡിങ് ഷോർട്ട് ടൈം ലോങ് ടൈം എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. മുകളിൽ ഈ ടൈം ഫ്രെയിം കണ്ട ആ ടൈം ഫ്രെയിം അനുസരിച്ച് ഇതിനകത്ത് മാറ്റി കൊടുക്കാം. ഞാൻ ബാങ്ക് നിഫ്റ്റി കാണിച്ചോളൂ. ഇതിനകത്ത് ഓപ്ഷൻ നമുക്ക് ചെയ്യാം. ഓപ്ഷൻ മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസും ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ ഫുൾ പറഞ്ഞു. ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചത് നമ്മൾ സോഫ്റ്റ് എല്ലാം വർക്ക് ചെയ്യുന്ന റിയൽ ടൈമിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതിൽ നിങ്ങൾ ലൈവായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിപ്പോൾ MCX ആണെങ്കിൽ NSE ആണെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. എന്നെ വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേച്ചാൽ മതി. ആൻഡ് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് www.wintradersoft.com. അതിനകത്ത് റിവ്യൂസ് പേജ് ഉണ്ട്. അതിനകത്ത് റിവ്യൂസും ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.